അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പഴംപൊരിയുടെ റെസിപ്പിയാണ്. നല്ല മൊരിഞ്ഞിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാവും, എന്നാലും അറിയാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് 1.5 കപ്പ് മൈദയും അതുപോലെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഴംപൊരിയുടെ മാവിൽ ഉപ്പും പഞ്ചസാരയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായാൽ ആ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് കലക്കിയെടുക്കാം. നമുക്ക് പഴംപൊരിക്ക് വേണ്ട മാവൊന്ന് കലക്കിയെടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയിൽ കലക്കിയെടുക്കരുത്, ഈ ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 6 പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ 6 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടോ നീളനായിട്ടോ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല വലിയ പഴമൊക്കെ നടു കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം വലുപ്പമില്ലാത്ത പഴം നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ പഴം എടുത്തിട്ട് 2ആക്കി കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ 4 പീസായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലുതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അധികം വലുപ്പമില്ലാത്ത പഴം എടുത്തിട്ട് നീളത്തിൽ തന്നെ ഒരു പഴം 4ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ ഇതുപോലെ ഞാൻ ഒരു പഴത്തിന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള പഴംപൊരി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പഴംപൊരിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞുള്ള പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.